നാട്ടുകാർ അപ്പിയിടാൻ അടിച്ചു പോയതിനു ശേഷം കൈ കഴുകാതെ അവിടെ ചുമരിൽ കൈ നാട്ടുകാർ തുടച്ച അടിച്ചു ഒരു പ്രവാചകനുണ്ട്. സുനൻ അബു ദാവൂദ്, എല്ലാരും നോട്ട് ചെയ്യണം കേട്ടോ. സുനൻ അബു ദാവൂദ് 331. അപ്പിയിടാൻ പോയതിനു ശേഷം കൈ കഴുകാത്ത ഒരു പ്രവാചകനെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ തെളിവ് മേളിലിടാം, എല്ലാരും അതൊന്ന് വായിക്കണം കേട്ടോ. ബിജു ബ്രദറെ, എന്റെ ശബ്ദം വരുന്നുണ്ടോ? ഹലോ ക്ലിയർ ഹലോ ആണ്, ഹലോ. ക്ലിയർ ആ, ആണ്. എല്ലാരും ഈ മേളിലിട്ടിരിക്കുന്ന ഹദീസ് എല്ലാരും ഒന്ന് നോട്ട് ചെയ്യണേ. സുനൻ അബു ദാവൂദ് 331. അപ്പിയിടാൻ പോയതിനു ശേഷം കൈ കഴുകാത്ത ഒരു പ്രവാചകൻ ആരാണ്? മുഹമ്മദ്. ഈ മനുഷ്യനെ പ്രവാചകൻ എന്ന് വിളിച്ചോണ്ട് നടക്കാൻ നാണം ഉണ്ടോ മെഴുകേശ നിനക്ക്? നാണം ഉണ്ടോ? ആർ യു നോട്ട് അഷെയിംഡ്? താഴെ റെഫറൻസ് വിട്ടിട്ടുണ്ട്, ഞാൻ വായിക്കാം. ഇബൻ ഉമർ നിവേദനം: ദ മെസ്സഞ്ചർ ഓഫ് അല്ല കെയിം ഫ്രം ദ പ്രിവി. പ്രിവി എന്ന് പറഞ്ഞ ടോയ്ലറ്റ്. പ്രിവി ടോയ്ലറ്റിൽ പോവുക. മുഹമ്മദ് ടോയ്ലറ്റ് അപ്പിയിടാൻ പോയതിനു ശേഷം വെളിയിൽ വന്നു. എ മാൻ മെറ്റ് ഹിം നിയർ ബീർ ജമൽ ആൻഡ് സല്യൂട്ടഡ് ഹിം. അപ്പൊ ഒരു മനുഷ്യൻ സല്യൂട്ട് ചെയ്ത് മുഹമ്മദിന് സലാം പറഞ്ഞു. മുഹമ്മദ് തിരിച്ച് സലാം പറയുന്നില്ല. ദ മെസ്സഞ്ചർ ഓഫ് അല്ല ഡിഡ് നോട്ട് റിട്ടേൺ ദ സാലുട്ടേഷൻ അൺടിൽ ഹി കെയിം ടു എ വാൾ. മുഹമ്മദ് എന്ത് ചെയ്തു? തിരിഞ്ഞ് അവിടെ ചുമര് വല്ലതും ഉണ്ടോ എന്ന് നോക്കി. കയ്യെ മുഴുവൻ അപ്പി വരണ്ട് കിടക്കുവാന്നല്ലോ. മുഹമ്മദ് ഈ ചുവരിൽ കൈ മുഴുവനും തൂത്തു. കൈ കഴുകത്തില്ല, പുള്ളി ആ ചുമരിൽ കൈ മുഴുവനും തൂത്തു. The messenger of Allah did not return the salutation until he came to a wall and placed his hand on the wall and wiped his face and hand. മുഖവും കയ്യും എല്ലാം ചുമരിൽ തൂത്തു എന്ന്. എന്തൊരു വൃത്തികേടാന്ന് നോക്കിക്കേ. ഈ മനുഷ്യനാണ് ഇവരുടെ പ്രവാചകൻ, ഇസ്ലാമിന്റെ പ്രവാചകനാണ്. അപ്പിയിടാൻ പോയതിനു ശേഷം കൈ പോലും കഴുകാതെ ചുമരിൽ തൂക്കുന്ന ഒരു മനുഷ്യൻ, ഇവനാണ് ഇസ്ലാമിന്റെ പ്രവാചകൻ. ഇനി അപ്പിയിട്ടതിന് ശേഷം സ്വന്തം കൈ പോലും കഴുകാതെ ആ വൃത്തികേട് മുഴുവനും എടുത്തോണ്ട് ആഹാരം കഴിച്ച മനുഷ്യനാണ് മുഹമ്മദ്. അതെ, സുനൻ ഇബിൻ മാജ, സുനൻ ഇബിൻ മാജ 3261. 3261. 3261. അതും പോസ്റ്റ് ചെയ്യാം. ഒരു മിനിറ്റ്. അടുത്തത് കൂടെ എടുത്തോ. എന്തുവാ മെഴുകേശേ? ഇങ്ങനത്തെ വൃത്തികെട്ട ഒരു കള്ളപ്രവാചകനെ ഫോളോ ചെയ്യുന്നതിനെക്കാട്ടിലും ഈ 2024 ഈ വൃത്തികെട്ട പ്രവാചകനെ കാർക്കിച്ച് തുപ്പി ദൂരെ വലിച്ചെറിഞ്ഞിട്ട് നിനക്ക് മര്യാദക്ക് ഇസ്ലാം വിടുന്നതല്ലയോ നല്ലത്? ആണോ അല്ലയോ? ഈ വൃത്തികെട്ട പ്രവാചകനെ ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുമോ? അപ്പിയിട്ടതിന് ശേഷം ടോയ്ലറ്റിൽ പോയതിനു ശേഷം കൈ പോലും കഴുകാതെ ആഹാരം കഴിക്കുന്ന ഒരു മനുഷ്യനെ പ്രവാചകൻ എന്ന് വിളിച്ചുകൊണ്ട് നടക്കാൻ നാണമുണ്ടോ സുഹൃത്തെ? ഞാൻ വായിക്കാം. സുനൻ ഇബ്ൻ മാജ 3261. It was narrated from Abu Huraira that the messenger of Allah went out to toilet. മുഹമ്മദ് എന്ത് ചെയ്തു? ടോയ്ലറ്റിലേക്ക് പോയി. Then food was brought. എന്നിട്ട് ആഹാരം മുഹമ്മദിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. A man said, "O messenger of Allah, are you going to perform ablution?" അപ്പൊ ഒരു മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, അല്ലയോ റസൂലെ, താങ്കൾ വുദു ചെയ്യുന്നില്ലേ? താങ്കൾ ക്ലീനിങ് ചെയ്യുന്നില്ലേ എന്ന് അവിടെയുള്ള ഒരാൾ ചോദിച്ചു. അപ്പൊ മുഹമ്മദ് ഉത്തരം പറയുന്ന, ഹി സെഡ്, "Am I going to pray?" ഞാൻ നിസ്കാരം ചെയ്യാൻ പോവാണോ? അല്ലല്ലോ, കഴിക്കാൻ പോവല്ലേ. അപ്പം ഇങ്ങനെ കൈപോലും കഴുകാതെ പുള്ളി എന്ത് ചെയ്തു? ആഹാരം കഴിച്ചു. ഈ അത്യാഗ്രഹത്തോടെ നടന്ന അയാളെവിടെ പോയി ആ സമയത്ത്? അനസ് അവിടെ ഇല്ലായിരുന്നു. അത്യാഗ്രഹത്തോടെ നോക്കാൻ അനസ് അവിടെ ഇല്ലായിരുന്നു. അനസ് പോയി, അല്ലെങ്കിൽ അനസ് കൈയെല്ലാം പുള്ളി നക്കി തുടച്ചേന്നെ. അനസ് കേറി വരുന്നു. അനസേ, എങ്ങനുണ്ട്?